നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീണ്ടും ഞാൻ മൂന്നാർ വിശേഷമായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ മൂന്നാർ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി കാന്തല്ലൂർ വിശേഷം ഒക്കെ കാണിക്കാമെന്നാണ്. അപ്പോൾ ഞങ്ങൾ കാന്തല്ലൂരിലേക്ക് പോകുന്ന വഴിക്ക് ഫുൾ ബ്ലോക്ക് കേട്ടോ. റോഡ് എന്താ സംഭവം എന്ന് അന്വേഷിച്ചപ്പോൾ 8 വർഷമായിട്ട് ഇവിടെ വെള്ളമില്ല, കുടിവെള്ളം കിട്ടാനില്ല. അങ്ങനെ നാട്ടുകാരെല്ലാവരും കൂടി സമരം ചെയ്യുകയാണ്. വണ്ടി അങ്ങോട്ടേക്ക് പോവുകയില്ല എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഞങ്ങൾ ആരോടൊക്കെ ചോദിച്ചു, കറങ്ങി വേറെ റൂട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് മാപ്പിലൊക്കെ നോക്കി. അങ്ങനെ എല്ലാ വണ്ടികളും തിരിച്ചു പോവുകയാണ്. ആ വണ്ടികളുടെ പിറകെ ഞങ്ങളും പോവുകയാണ്. മാപ്പിട്ട് പോയിട്ട് കാര്യമില്ല, ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് മറ്റുള്ള വണ്ടികളൊക്കെ പോകുന്നതൊക്കെ നോക്കി ചോദിച്ച് മാപ്പിൻ്റെയും സഹായത്തോടു കൂടി ഞങ്ങൾ കാന്തല്ലൂരിലേക്ക് പോകുന്ന വേറൊരു റൂട്ട് കയറി പോവാം കേട്ടോ. ആ പോകുന്ന വഴി നിറച്ച് കരിമ്പിൻ തോട്ടമാണ്. നല്ല ഭംഗിക്ക് നിൽക്കുന്ന കരിമ്പിൻ തോട്ടം കേട്ടോ. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കാം കേട്ടോ, 8 വർഷമായിട്ട് ഇവിടെ കുടിവെള്ളം ഇല്ലാണ്ട് അവരിതുപോലെ സമരം ചെയ്യും. അപ്പോൾ അവർക്ക് ഒരു വാക്ക് കൊടുക്കും, നാളെ മുതൽ വെള്ളം തരാമെന്ന്. പിന്നെ കുറച്ച് ദിവസം ചിലപ്പോൾ വെള്ളം ഉണ്ടാകും, ചിലപ്പോൾ വെള്ളം ഉണ്ടാവില്ല. പിന്നെ വീണ്ടും പഴയ അവസ്ഥ തന്നെയാണ്. അങ്ങനെ 8 വർഷം കൊണ്ട് ഇവിടുത്തെ നാട്ടുകാർ കുടിവെള്ളത്തിനായി ബുദ്ധിമുട്ടുന്നു എന്നാണ് പറഞ്ഞത് കേട്ടോ. എന്നിട്ട് ഞങ്ങൾ കാന്തല്ലൂർ ഒരു ബ്രിഡ്ജിൻ്റെ സൈഡിൽ വന്ന് നിന്നിട്ടാണ് തിരിച്ച് വന്നത് കേട്ടോ. ആ ബ്രിഡ്ജിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഞങ്ങൾ വന്ന് ഇറങ്ങി കാന്തല്ലൂരിലേക്ക് പോവുകയാണ്. കാന്തല്ലൂർ എന്ന് പറയുന്നത് എത്രയോ 21 ഹാപ്പിൻ കർവ് എന്തോ ഉണ്ട് കേട്ടോ. അങ്ങ് മുകളിലാണ്, കുന്നിൻ്റെ മുകളിലാണ് ഈ കാന്തല്ലൂർ എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. നല്ല നല്ല വലിയ വലിയ കർവും പിന്നെ അതുപോലെ തന്നെ നിറയെ പാറയുണ്ട് കേട്ടോ. പാറ പൊട്ടിച്ചിട്ടാണോ ഈ റോഡ് ഉണ്ടായതെന്നും എനിക്കറിയില്ല. പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസാണ് ഈ പോകുന്ന വഴി കേട്ടോ. എല്ലാ സ്ഥലങ്ങളും അതിമനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ്. പക്ഷേ ഇവിടെ പോയപ്പോൾ വേറൊരു ഭംഗി, അങ്ങോട്ടൊക്കെ നിറയെ തേയിലത്തോട്ടമല്ലേ നമ്മൾ കാണുന്നത്. ഇങ്ങോട്ട് വേറെ ഇങ്ങനെ ഒരു കാട് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. കാട്ടിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ഒരു ഫീലാണ്. പൊന്മുടി പോകുന്ന ഫീലല്ല, വേറൊരു ഭംഗി. ആ ഭംഗി വേറൊരു ഭംഗി. നമുക്കിങ്ങ് താഴെ നിൽക്കുമ്പോൾ മുകളിൽ ജീപ്പൊക്കെ കിടക്കുന്ന കാണാൻ കേട്ടോ. ഈ വിസിറ്റേഴ്സൊക്കെ പോകുന്നതിൻ്റെതായിരിക്കും ജീപ്പൊക്കെ കിടക്കുന്ന കാണാൻ നല്ല രസമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, പാറകളുടെ നടുക്കൂടെയാണ് പോകുന്നത്. ആ പാറയുടെ മുകളിലൊക്കെ മരങ്ങളെല്ലാം നിൽപ്പുണ്ട്. നമ്മുടെ ഈ ചെമ്പകമൊക്കെ നിറയെ പൂത്ത് നിൽപ്പുണ്ട് കേട്ടോ. നല്ല വെള്ള പൂവായിട്ട് ഭംഗിക്ക് നിൽപ്പുണ്ട്. അങ്ങോട്ടൊക്കെ നീല പൂവായിരുന്നെങ്കിൽ ഇങ്ങോട്ടേക്ക് വെള്ള ചെമ്പകം നിറയെ പാറയുടെ മുകളിൽ നിറച്ച് ഇല ഇല്ലാണ്ട് പൂത്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ചില വീഡിയോസിലൊക്കെ അത് കണ്ടായിരുന്നു, ചിലതിൽ കണ്ടില്ല. അങ്ങനെ ഞങ്ങൾ കാന്തല്ലൂർ ഏറ്റവും ടോപ്പിൽ വന്നു കേട്ടോ. ഇനി ഇവിടെ നിന്ന് കുറച്ചുകൂടെ പോകണമെങ്കിൽ ഫോറസ്റ്റിൻ്റെ എന്തോ പെർമിഷൻ വാങ്ങി പാസ് എന്തോ എടുത്തിട്ട് പോകണം. ഞങ്ങൾ പിന്നെ അകത്തേക്ക് പോയില്ല. ഇതിൻ്റെ മാക്സിമം വരാൻ പറ്റുന്ന ടോപ്പ് വരെ ഞങ്ങൾ എത്തിയായിരുന്നു കേട്ടോ. ഇവിടെ മെയിനായിട്ടുള്ളത് കൃഷിയാട്ടോ. സ്ട്രോബെറി അതുപോലെ വെജിറ്റബിൾ ഫാമൊക്കെ ആട്ടോ ഇവിടെ കൂടുതലുള്ളത്. ഈ വെളുത്തുള്ളി സീസണൊക്കെ ഇപ്പോൾ സീസണല്ല എന്നാണ് പറയുന്നത്. സീസണാകുമ്പോൾ വെളുത്തുള്ളി, ക്യാരറ്റ്, ക്യാബേജ്, കോളിഫ്ലവർ എല്ലാ വെജിറ്റബിൾസും ഉണ്ടാവും മിക്കവാറും ഉള്ള. ഇത് മറ്റേ നമ്മുടെ ബ്ലൂബെറിയോ എന്തല്ലേ അതിൻ്റെ പേര് ഞാൻ പറഞ്ഞത്. ബ്ലാക്ക്ബെറി ആണോ ബ്ലൂബെറി ആണോ എന്നുള്ള കൺഫ്യൂഷൻ അറിയാമെന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക. ബ്ലൂബെറി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അതെല്ലാം വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരെണ്ണം ഞാനെടുത്ത് കഴിച്ചപ്പോൾ നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി ഇവിടെ വന്ന് ജസ്റ്റ് ഇത് കണ്ടതേ ഉള്ളൂ. താഴെ വേറൊരു ഫാമിൽ കയറാം എന്നുള്ള രീതിയിലാണ്, മുകളിലേക്ക് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിലോ എന്ന് കരുതി ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇവിടെ ഒന്നുമില്ല. അപ്പോൾ ഞങ്ങൾ താഴെ ഒരു വലിയ ഫാം കണ്ടായിരുന്നു. അവിടെ ഒരു അപ്പൂപ്പൻ നിൽപ്പുണ്ടായിരുന്നു, വിളിച്ചുകൊണ്ട് പോകാനായിട്ട് അവിടെ കയറാം, അവിടെ നിറയെ ഫാമിൽ നിറച്ചുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആ അപ്പൂപ്പൻ പറഞ്ഞതുകൊണ്ട് മുകളിലൊന്ന് പോയി എന്താന്ന് നോക്കിയിട്ട് തിരിച്ച് വരാമെന്നും പറഞ്ഞാൽ ഞങ്ങൾ നിന്ന് കേട്ടോ. അങ്ങനെ ആ അപ്പൂപ്പൻ എൻ്റെ വാക്കും കേട്ട് ഞങ്ങൾ താഴേക്ക് ഉള്ളൊരു ഫാമിൽ വന്നു. പോകുന്നത് കേട്ടോ ആ അപ്പൂപ്പൻ പറഞ്ഞത് ശരിയാണ്. വേറെ മുകളിലോട്ടൊന്നും വേറെ ഫാമൊന്നും ഉണ്ടായിരുന്നില്ല. ഫാമിലും അധികം വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എല്ലായിടത്തും സ്ട്രോബെറി മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സ്ട്രോബെറിയുടെ മാത്രം സീസണാണെന്ന് തോന്നുന്നു. അപ്പോൾ പിന്നെ നേരെ വീണ്ടും ഞങ്ങൾ തിരിച്ച് അപ്പൂപ്പൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ അപ്പൂപ്പൻ ഇതുപോലെ നമ്മളെ വരുന്നവരെ വിളിച്ചുകൊണ്ടൊന്ന് ഇവിടെ കാണിക്കാനായിട്ട് നിൽക്കുന്ന ആളാട്ടോ. അപ്പൂപ്പന് ചെറിയ പൈസ എന്തെങ്കിലും കൊടുക്കുമ്പോൾ അപ്പൂപ്പൻ ഇവിടെ ഫാമുണ്ട്, ഞാൻ ഇങ്ങോട്ട് കൂട്ടിയിട്ട് വരാമെന്ന് പറയും. നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ടൊന്ന് കാണിച്ചതാണ് കേട്ടോ. ഈ ഫാം വേറൊരാളുടേതാണ് എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഈ ഫാമിൽ ഇല്ലാത്തതായിട്ടൊന്നുമില്ല കേട്ടോ. എല്ലാ സംഭവങ്ങളുണ്ട്. ആപ്പിൾ, ഓറഞ്ച്. ഇത് ഫാമല്ല ആക്ച്വലി, ഇതൊരു നഴ്സറി പോലെ എന്തോ ആണ്. അതല്ലെങ്കിൽ നമ്മളെപ്പോലുള്ളവർ വരുമ്പോൾ കാണിക്കാനായിട്ട് അവർ നട്ടുപിടിപ്പിച്ചിരിക്കുന്നതാണോ എന്നോ അറിയില്ല. എന്തായാലും അവിടെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. ആപ്പിൾ, ഓറഞ്ച്, മൊസമ്പി, പിയർ, എല്ലാ ഫ്രൂട്ടിൻ്റെ തൈകളും ഉണ്ട്. പേരയ്ക്ക, ആഫ്രിക്കൻ പേരയ്ക്ക, എന്തൊക്കെയോ ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരുപാട് ഫ്രൂട്ട്സിൻ്റെയും ഒക്കെ കണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ ഇവിടെയും നേരത്തെ നമ്മൾ കണ്ട ബ്ലൂബെറി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഒരു ചേച്ചി ഇതെല്ലാം പറഞ്ഞു തരാൻ നിൽപ്പുണ്ടായിരുന്നു. ആ ചേച്ചിയോട് ഞാൻ പറഞ്ഞു 1 കിലോ ബ്ലൂബെറി എത്രയോ രൂപ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ 1 കിലോ വേണമെന്ന് പറഞ്ഞു. കാരണം വേദയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേദയ്ക്ക് വാങ്ങാനായിട്ട് വേണമെന്ന് പറഞ്ഞു. ചേച്ചി എടുത്ത് തരാമെന്നും പറഞ്ഞു. പിന്നെ അവസാനമായപ്പോൾ ചേച്ചി പറഞ്ഞു അത് പറിക്കാൻ പറ്റത്തില്ല, അവിടെ അങ്ങനെ നിൽക്കണു ഇങ്ങനെ നിൽക്കണു എന്നൊക്കെ പറഞ്ഞ് വേദയ്ക്കും ആകെ വിഷമമായി, എനിക്കും ആകെ വിഷമമായി. മുകളിൽ നല്ല മധുരവും ഒരു പുളിപ്പും കൂടെ ചേർന്നിട്ട് നല്ല ടേസ്റ്റുള്ള സാധനം ഉണ്ടായിരുന്നു. എന്നിട്ട് അത് വാങ്ങാണ്ടാണ് താഴെ ഫാം ഉണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നത് കേട്ടോ. പക്ഷേ ഇവിടെ ആ ചേച്ചി ആദ്യം പറിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവരെന്തോ പറിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് എന്തോ ഒരു മടി പറഞ്ഞു കേട്ടോ. അത് വല്ലാണ്ട് വിഷമായി. പിന്നെ അന്ന് ഞങ്ങൾ സ്ട്രോബെറി ഫാമിൽ പോയപ്പോൾ നിറയെ സ്ട്രോബെറി വാങ്ങി കേട്ടോ. എത്രയോ കിലോ സ്ട്രോബെറി എത്രയോ കിലോ അല്ല, വേദയ്ക്ക് ഇഷ്ടമായതുകൊണ്ട് ആദ്യം 1 കിലോ വാങ്ങി, വീണ്ടും 1 കിലോ വാങ്ങി. പക്ഷേ ഒരു 1.5 കിലോയോളം അത് ചീത്തയായിപ്പോയി കേട്ടോ. ഞങ്ങൾ കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെക്കാതെ കവറിൽ തന്നെ കെട്ടി വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്തപ്പോൾ അത് ഫുൾ ചീത്തയായിപ്പോയി. അതുകൊണ്ട് എന്നെ സ്ട്രോബെറി ഒന്നും വാങ്ങിക്കാൻ നിന്നില്ല. അപ്പോൾ ഈ ബ്ലൂബെറി വാങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷേ അത് ആ ചേച്ചി പറിച്ച് തന്നില്ല, അതുകൊണ്ട് അത് നടന്നില്ല. അപ്പോൾ കണ്ടോ ഒരുപാട് ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ഒന്നും പേരുകൾ കേട്ടിട്ടോ കണ്ടിട്ടോ ഇല്ലാത്തതൊക്കെ ഉണ്ട്. ആപ്പിൾ ട്രീയിൽ ആപ്പിളൊക്കെ കുഞ്ഞു ആപ്പിളൊക്കെ നിൽക്കുന്നുണ്ട്. എനിക്ക് ഇതിൽ ഏറ്റവും എന്നെ അട്രാക്ട് ചെയ്ത കാര്യം എന്ന് പറയുന്നത് റോസാപ്പൂക്കളാണ് കേട്ടോ. എന്ത് വലിപ്പത്തിന്, നമ്മൾ ഈ പ്ലാസ്റ്റിക് പൂവൊക്കെ വാങ്ങിക്കും പോലെ അത്രയും ഭംഗിയിൽ നല്ല വലിപ്പത്തിന് നല്ല കളറിൽ നിൽപ്പുണ്ട് കേട്ടോ. അതെന്നെ വല്ലാണ്ട് അട്രാക്റ്റ് ചെയ്തു. ഇത് ആപ്പിൾ ട്രീ എന്തോ ആണ്, അല്ല ആപ്പിളൊക്കെ നിൽപ്പുണ്ട്. ദേ കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഞാൻ ആ വെയിലത്ത് എങ്ങനെയോ അഡ്ജസ്റ്റ് ചെയ്തെടുത്തതാണ്. ആപ്പിളൊക്കെ നിൽപ്പുണ്ട് കേട്ടോ, നിറച്ച് കുഞ്ഞു ആപ്പിൾ, വലുതായിട്ടില്ല, ആവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ റോസാപ്പൂക്കളാണ് എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്ത്. പക്ഷേ ഇത് കൊണ്ടൊന്നും നമ്മൾ നമ്മുടെ നാട്ടിൽ നട്ടാലൊന്നും ഇത്രയും വലിപ്പവും വല്ല, ചിലപ്പോൾ പൂ പോലും വരത്തില്ല ഇവിടെ നിന്ന് കൊണ്ടുപോയി അവിടെ നട്ടാൽ. അടിമാലി അമ്മായിയുടെ വീട്ടിൽ നിന്ന് ഞങ്ങളിതുപോലൊരു റോസാ കമ്പൗണ്ട് അമ്മ നട്ടു, പക്ഷേ പൊടിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇവിടുത്തെ കാലാവസ്ഥയുടെ ഒരു ഇത് കൊണ്ടാവാം പൊടിക്കുന്നത് കേട്ടോ. വേദം അവിടെ നിന്ന് മറ്റേ എന്താ മുളക് നെല്ലി അങ്ങനെ എന്തോ പറയുന്നൊരു നെല്ലിക്ക, അതവർ പറിച്ചോളാൻ പറയും കേട്ടോ. വേറെ ഒരു സാധനവും തുടരുതെന്ന് പറയും, അത് പറിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അത് കഴിച്ചു, അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ കാണുന്ന ഒരു ഫാമിലിയാണ്. മോളുടെ പേരൊക്കെ എന്തോ പറഞ്ഞു, ഞാൻ മറന്നു പോയിട്ടോ. ഞാനിപ്പോൾ വോയിസ് ചെക്ക് ചെയ്തപ്പോൾ അതും കിട്ടുന്നുണ്ടായിരുന്നില്ല. നല്ല ക്യൂട്ട് മോളായിരുന്നു, എനിക്ക് ഉമ്മയൊക്കെ തന്നായിരുന്നു കേട്ടോ. നല്ലൊരു വാവയായിരുന്നു. അപ്പോൾ നല്ലൊരു ഫാമിലിയെ പരിചയപ്പെട്ടു. ഇപ്രാവശ്യം ടൂറ് പോയപ്പോൾ അധികം ഫാമിലീസ് ഒന്നും ഇങ്ങനെ എൻ്റെ ചാനൽ കണ്ടിട്ട് വരികയാണെന്നും പറഞ്ഞില്ല കേട്ടോ. അതിലൊരു ചെറിയ വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കടയിൽ കയറി മറ്റേ തേൻ മിഠായി എന്ന് പറഞ്ഞ് ഞാൻ എടുത്ത് കഴിച്ചതാണ്. പക്ഷെ കറക്റ്റ് ഗുലാബ് ജാമിൻ്റെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അയാൾ പറയായിരുന്നു ഇവിടെ തേൻ മിഠായി എന്നൊക്കെ പറഞ്ഞ് കഴിക്കുന്നത് ഗുലാബ് ജാമിൻ്റെ ടേസ്റ്റ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ അതെല്ലാം വാങ്ങിച്ച് ഒരു വെള്ളമൊക്കെ കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അവിടെ ഹോട്ടൽ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഉച്ച സമയമായി, ഭക്ഷണത്തിനുള്ള സമയമായി. പിന്നെ അവിടെ കാന്തല്ലൂർ ടൗണിലും അത്ര വലിയൊരു സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. മറയൂരും വലിയ കടകളും കമ്പോളങ്ങളും ഉള്ളതായിട്ട് തോന്നിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും താഴേക്കെത്തി, കാന്തല്ലൂർ ടൗണിലെത്തി. വീണ്ടും ആ സമരം ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അപ്പം ഞങ്ങളൊരു കുറുക്ക് വഴി കൂടെ കയറി വന്നു എന്ന് പറഞ്ഞില്ലേ, ബ്രിഡ്ജിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്. അവർ എല്ലാ സൈഡും ബ്ലോക്ക് ചെയ്തു. ഒരു സൈഡിൽ കൂടെയും വണ്ടി വിടാൻ പറ്റാത്ത രീതിയിൽ ഈ സമരം ചെയ്യുന്നവർ ബ്ലോക്ക് ചെയ്തു. എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം കുടിവെള്ളം കിട്ടാണ്ട് സമരം ചെയ്യുന്നവർ അങ്ങനെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിച്ച് സമരം ചെയ്യുമ്പോൾ അധികാരികൾ ഒന്ന് കണ്ണ് തുറക്കും. അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ തന്നെ വേണം എന്ന് തോന്നി കേട്ടോ. ഇനി ഇതും കേട്ടിട്ട് എന്നെ ആരും പൊങ്കാലിടാൻ വരില്ല, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. കുറേ സമയം ബ്ലോക്കിൽ കിടന്നു, ഐസ്ക്രീം എല്ലാം വാങ്ങി കഴിച്ചു. 2-3 മണിക്കൂറെങ്കിലും ഞങ്ങൾ ആ ബ്ലോക്കിൽ കിടന്നിട്ടുണ്ടാവും കേട്ടോ. ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചു, എന്നിട്ടും വിശപ്പടങ്ങുന്നില്ല. പിന്നെ പ്രകാശേട്ടൻ പറഞ്ഞു എങ്കിൽ നമുക്ക് ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചിട്ടിരിക്കാമെന്ന് പറഞ്ഞു. അവിടെ തൊട്ടടുത്തുണ്ടായിരുന്ന നേരെ കാണുന്നൊരു ഓപ്പോസിറ്റ് കണ്ടൊരു കുഞ്ഞു കടയിൽ കയറി കഴിച്ചു. അത്ര വലിയ സംഭവമൊന്നും അല്ലായിരുന്നു ഫുഡെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ വിശപ്പൊന്നും അടങ്ങി. അപ്പോൾ ഫുഡ് കഴിച്ച സമയം കഴിച്ചിറങ്ങിയതും സമരമെല്ലാം കഴിഞ്ഞാരോ എന്തോ വാക്ക് കൊടുത്തതുപോലെ വെള്ളം തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ചെറുതായിട്ട് സമരമെല്ലാം മാറി നമ്മൾ വീണ്ടും പോവുകയാണ്. ഇതാണ് കാന്തല്ലൂർ ബ്രിഡ്ജ്. നമ്മൾ അപ്പുറ സൈഡിൽ വന്നിട്ടാണ് നേരത്തെ പോയത്, ഇപ്പോൾ ഇതുവഴി പോകാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ സമരമെല്ലാം കണ്ടു, കാന്തല്ലൂരിലെ വിശേഷമെല്ലാം കണ്ട് നേരെ വീണ്ടും തിരിച്ച് പോവുകയാണ്. ഇനി അടുത്ത് തേയില എസ്റ്റേറ്റ് അന്വേഷിച്ച് നടക്കുകയാണ്. തേയില എസ്റ്റേറ്റ് അല്ല, തേയില ഫാക്ടറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോൾ നാളത്തെ വിശേഷം മിക്കവാറും തേയില ഫാക്ടറിയുടെ ആയിരിക്കും. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.